ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ മസ്ക് മെലൻ്റെ ഒരു ജ്യൂസാണ് ഉണ്ടാക്കിയത്. മസ്ക് മെലൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇതിനു വേണ്ടി ആദ്യം നമുക്ക് 2 ബൗൾ എടുത്ത് വെക്കണം. ഇതിലേക്ക് നമുക്ക് ജ്യൂസിലൊക്കെ ഇടുന്ന കസ്കസ് 2 സ്പൂൺ ചേർക്കുന്നുണ്ട്. അതിലേക്ക് പിന്നെ വേറൊരു ബൗളിൽ ചിയ സീഡ് കുറച്ച് ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. 2 സ്പൂണ് ചിയ സീഡും കൂടി ഇടുന്നുണ്ട്. ഇത് നമുക്കൊന്ന് കുതിർത്ത് വെക്കാം. പാലിൽ വേണമെങ്കിൽ പാലിൽ കുതിർത്ത് വെക്കാം, അല്ലെങ്കിൽ വെള്ളത്തിൽ തന്നെ വേണമെങ്കിൽ കുതിർത്ത് വെക്കാം. അധികം സമയമൊന്നും വേണ്ട, ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഇതെല്ലാം 5 മിനിറ്റ് കൊണ്ട് കസ്കസൊക്കെ പൊന്തി വരും. ചിയ സീഡും അതേപോലെ തന്നെ പെട്ടെന്നാവും. നന്നായിട്ട് ഇളക്കി ഇത് നമുക്കിവിടെ അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് നട്ട്സുകളാണ്. ഞാൻ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെക്കണം. പിന്നെ നമ്മളുടെ ഷമാം എടുത്തിട്ടുണ്ട്. മസ്ക് മെലൻ ആണ് ഷമാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്യാം. നല്ല പഴുത്ത് നോക്കി എടുക്കുകയാണെങ്കിൽ നല്ല മധുരം ഉണ്ടാവും. എനിക്ക് കിട്ടിയത് അത്ര അങ്ങ് പഴുത്തതാണെന്ന് തോന്നുന്നില്ല, പക്ഷേ എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഇനി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള കുരുവെല്ലാം കളഞ്ഞ് നന്നായിട്ട് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുത്ത് കളഞ്ഞാൽ ഇതെല്ലാം കളയാൻ പറ്റും നമുക്ക്. ഇനി സ്കൂപ്പ് ചെയ്തെടുത്താലും കുഴപ്പമില്ല കേട്ടോ. നമ്മളുടെ മസ്ക് മെലൻ സ്കൂപ്പ് ചെയ്തിട്ട് വേണമെങ്കിലും എടുക്കാം, അതല്ലെങ്കിൽ മുറിച്ച ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതാ മുറിച്ച ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചെറിയൊരു കഷ്ണം ഞാനതിനെ കുറച്ച് ഗ്രേറ്റ് ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെക്കാം, കാരണം അതിൽ ഇങ്ങനെ കുറച്ച് ഇട്ടിട്ട് കടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് അത് കഴിക്കാൻ. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ എടുത്ത് വെച്ചത്, ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചത്. കണ്ടോ? ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം. ആവശ്യത്തിന് പഞ്ചസാര, കുറച്ച് ഏലക്കായും കൂടി ചേർത്തിട്ടുണ്ട് ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഏലക്കായ ഒന്നും ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ട ആവശ്യമില്ല. കൂടെ തന്നെ നല്ല കട്ടിയുള്ള പാല് കട്ടയാക്കി വെച്ചതാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത്. ഫ്രീസറിൽ വെച്ച പാലായിരുന്നു. സാധാരണ പാലായാലും കുഴപ്പമില്ല, പിന്നെ നമുക്ക് തണുപ്പിക്കാൻ ഫ്രിഡ്ജിൽ വെക്കാവുന്നതേ ഉള്ളൂ. ഇത് ഞാനൊക്കെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളുടെ ഇൻഗ്രീഡിയൻസ്, നമ്മളുടെ ആ ഗ്രേറ്റ് ചെയ്ത് വെച്ചതും കൂടി ചേർക്കാം. പിന്നെ നട്ട്സുകളൊക്കെ ചേർത്ത് കൊടുക്കാം. കൂടാതെ നമ്മളുടെ ചിയ സീഡ് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ബാസിൽ സീഡും ചിയ സീഡും ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ മധുരത്തിന് പകരം മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർക്കാം. ഞാൻ കുറച്ച് പഞ്ചസാര 2 സ്പൂൺ പഞ്ചസാരയെ ചേർത്തുണ്ടായിരുന്നുള്ളൂ, ബാക്കി ഞാൻ മിൽക്ക് മെയ്ഡാണ് ചേർത്തത്. വെറും പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് നന്നായിട്ട്. ഇനിയും കട്ടി കുറഞ്ഞിട്ടാണ് വേണ്ടെങ്കിൽ കുറച്ചുകൂടി പാലൊഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നട്ട്സുകളൊക്കെ ചേർത്ത് കൊടുക്കാം. നട്ട്സൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്, ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുതേ. ഓക്കേ, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യാം. ഓക്കെ.